റസൂലിൻ്റെ കൗമീനെ കാണുമ്പോൾ നയനങ്ങൾ നനയുന്നു സുബ്ഹാനേ. അവർ പരിതാപ ജീവിത പടുകുഴിയിൽ വീണിട്ട് കര കാണാതുയലുന്നു സുബ്ഹാനേ. കര കാണാതുയലുന്നു സുബ്ഹാനേ. ഉണ്ട് ഇലാഹിലെ പങ്ക് ചേർക്കുന്നോര്, ഉണ്ട് നമസ്കാരം കൃത്യമായി ചെയ്യാത്തോർ, ഉണ്ട് ഇലാഹിലെ പങ്ക് ചേർക്കുന്നോര്, ഉണ്ട് നമസ്കാരം കൃത്യമായി ചെയ്യാത്തോർ, ഉണ്ട് മുതലിന് സക്കാത്ത് നൽകാത്തോർ, ഉണ്ട് യതീമിന് രക്ഷ നൽകാത്തോരും ത്വാഹ റസൂലിൻ്റെ കൗമീനെ കാണുമ്പോൾ നയനങ്ങൾ നനയുന്നു സുബ്ഹാനേ. അവർ പരിതാപ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകാ വഅൻത ഖൈറുൽ മുൻസിലീൻ. അല്ലാഹുമ്മ റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ ഒരുപോലെ സർവാധിനാഥനായ പടച്ച തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവാധിനാഥനായ പടച്ച തമ്പുരാൻ അതിനു വേണ്ട എല്ലാവിധ മാനസികമായ ശാരീരികമായ അവസ്ഥകൾ
നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും നാളവൻ്റെ സ്വർഗത്തിലെ അത്യുന്നത പദവിയായ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും മക്കളെയും കുടുംബത്തെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കെണ്ണി കണക്കാക്കുവാനോ ക്ലിപ്തപ്പെടുത്തുവാനോ സാധ്യമല്ലാത്ത വിധം അത്രക്കും വിശാലമാണ് പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനത്തിൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, റബ്ബേറെ ഇഷ്ടപ്പെടുന്നൊരു സമയത്ത് അവനു വേണ്ടി ഒരുമിച്ച് ചേരാൻ നമുക്ക് സാധിച്ചത്. അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പ്രവാസികളാണ്. നാം ഇവിടേക്ക് കടന്നു വന്നത് ജോലി തേടിയാണ്. നമ്മുടെ റിസ്ക് അന്വേഷിച്ചുകൊണ്ട്, ഉപജീവനം അന്വേഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉപജീവനത്തിനു വേണ്ടി, റിസ്ക്കിനു വേണ്ടി വ്യത്യസ്തമായ ജോലികളും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളും വ്യത്യസ്തമായ വിനിമയ മാർഗങ്ങളും അതിലൊക്കെയും നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജോലി ഒരുപോലെയല്ല. നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ഒരുപോലെയല്ല. എല്ലാവരുടെ ജോലിയും എല്ലാവരുടെ പ്രവർത്തനങ്ങളും വ്യത്യസ്തം തന്നെയാണ്. നമുക്കറിയാം, ഇവിടെ ചൂടാണെങ്കിൽ ചൂടും തണുപ്പാണെങ്കിൽ തണുപ്പും അനുഭവിച്ച് കഷ്ടപ്പെട്ട് വളരെ പ്രയാസത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, ജോലിയെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമുക്ക് ചുറ്റുപാടുമുണ്ട്. എന്നാൽ എല്ലാ സമയവും AC റൂമിൽ, ഓഫീസിലാണെങ്കിൽ AC, തിരിച്ച് പുറത്തിറങ്ങി കാറിലേക്ക് കയറിയാൽ അവിടെയും AC, അവിടെ നിന്ന് വീട്ടിലേക്ക് പോയാൽ അവിടെയും AC, അങ്ങനെ ശീതീകരിച്ച റൂമിലിരുന്ന് കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്നുകൊണ്ട് മാത്രം ശമ്പളം വാങ്ങുന്ന, സാലറികൾ വാങ്ങുന്ന ഒരുപാട് ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ചിലർക്ക് വരുമാനം വളരെ തുച്ഛമാണ്. വളരെ ചെറിയ സാലറി വാങ്ങുന്ന, വളരെ നിസ്സാരമായ ശമ്പളം വാങ്ങുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ വലിയ വലിയ സാലറികൾ വാങ്ങുന്ന, ശമ്പളം വാങ്ങുന്ന ആളുകളും മനുഷ്യന്മാരായ ആളുകളുടെ കൂട്ടത്തിലുണ്ട്, നമുക്കിടയിലുണ്ട്. ഒരു പക്ഷേ ഈ ചെറിയ സാലറി വാങ്ങുന്ന ആളുകളെ കാണുമ്പോൾ, തുച്ഛമായ ശമ്പളം വാങ്ങുന്ന ആളുകളെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ചോദിച്ചേക്കാം, ഇവനെങ്ങനെയാ ജീവിക്കുന്നത്? ഈ നിസ്സാരമായ സാലറി കൊണ്ട്, ചെറിയ ശമ്പളം കൊണ്ട് ഇവൻ എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവൻ്റെ ജീവിതം? അവൻ്റെ മക്കൾക്ക് പഠിക്കണ്ടേ? അവൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അവൻ്റെ വീട്ടുകാരെ അവൻ പോറ്റി വളർത്തേണ്ടേ? ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടെങ്കിലും നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഒരു വിശ്വാസികൾ എന്ന നിലക്ക്, മുസ്ലിം എന്ന നിലക്ക് നമ്മുടെയൊക്കെ ചെറുതും വലുതും നിശ്ചയിക്കേണ്ടത്, ചെറുതും വലുതും നാം തീരുമാനിക്കേണ്ടത് ഒരിക്കലും നമ്മുടെ കയ്യിലേക്ക് വരുന്ന, നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്ന, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ദിർഹംസുകളോ ദീനാറുകളോ അതല്ലെങ്കിൽ ജോലിയുടെ വലുപ്പമോ ചെറുപ്പമോ അല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാലറി ചെറുതാണെങ്കിലും, അവന്റെ ജോലി ഒരൽപ്പം കടുപ്പമുള്ളതാണെങ്കിലും ശരി, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടെങ്കിൽ, അവന്റെ മനസ്സിന് സംതൃപ്തിയുണ്ടെങ്കിൽ, ആ സമാധാനമാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലുത്. അതാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ടി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാകട്ടെ മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു താനും. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അർദ് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. മനുഷ്യരെ നിങ്ങൾ അറിയണം, ഒരിക്കലും ഈ ഭൂലോകത്തെ, ഈ ദുനിയാവിലെ ഒരുപാട് സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്നതുകൊണ്ട് ഒരിക്കലും ഐശ്വര്യം ഉണ്ടാവുകയില്ല, പിന്നെ വിഭവ സമൃദ്ധി ഉണ്ടാവുകയില്ല.
എന്നാൽ മനസ്സിലാക്കണം, വലാകിന്നൽ ഗിന, യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്നത്, യഥാർത്ഥത്തിൽ ഗിന എന്നത് ഗിനൻ നഫ്സ്, അത് മനസ്സിന്റെ ഐശ്വര്യമാണ്. മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ, മനസ്സിന് സംതൃപ്തിയുണ്ടെങ്കിൽ, എത്ര ചെറുതാണെങ്കിലും, എത്ര സാലറി കുറവാണെങ്കിലും, എത്ര ശമ്പളം കുറവാണെങ്കിലും, ജോലി കടുപ്പമുള്ളതാണെങ്കിലും ശരി, അവന്റെ മനസ്സിന് സമാധാനം ലഭിക്കും. അവൻ ചെയ്യുന്ന ജോലി, അവന്റെ ഭാര്യ, അവന്റെ മക്കളിൽ, അവന്റെ കുടുംബത്തിൽ തുടങ്ങിയ എല്ലാ രംഗത്തും അവന്റെ മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ, അവന്റെ മനസ്സിന് സംതൃപ്തി ഉണ്ടെങ്കിൽ, അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടിയെന്ന് മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നേരെ മറിച്ച് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതമാണ് നമുക്കുള്ളത് എങ്കിൽ, ഒരു ഭാര്യയാണ് നമ്മുടേതെങ്കിൽ, മക്കളാണ്, അതേപോലെയുള്ള ജോലിയാണ്, അതേപോലെയുള്ള സുഖ സൗകര്യങ്ങളാണെങ്കിൽ, എത്ര ഉന്നതമായ സാലറി ആണെങ്കിലും, എത്ര ഉന്നതമായ ജോലിയാണെങ്കിലും ശരി, അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വാചകം വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 17-ാമത്തെ വാചകത്തിൽ അള്ളാഹു പറഞ്ഞു, ഒരുപാട് സമ്പത്തുണ്ട് ഒരു മനുഷ്യന്റെ കയ്യിൽ, അവന് ഒരു വലിയ വലിയ ജോലികളാണ്, പക്ഷേ അതൊക്കെ ദുനിയാവിൽ മാത്രം അവശേഷിക്കുന്ന ഒരു സത്തായി തീരുന്നതാണ്. ഒരിക്കലും ഒരുപക്ഷെ ഏത് സമയത്തും അവസാനിച്ചു പോയേക്കാവുന്ന, നശിച്ചു പോയേക്കാവുന്ന ഒരു സമ്പത്തായി മാറും. എങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ധനം, അവൻ ജോലിയെടുക്കുന്നവന്റെ ജോലി, അവന്റെ തൊഴിൽ, അവന്റെ കുടുംബം, കുടുംബത്തിലെ മറ്റംഗങ്ങൾ, അതൊക്കെയും പടച്ച തമ്പുരാനും അവന്റെ പ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പൊരുത്തമില്ലാത്തതാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ പോലും അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപകാരവും അവന് ലഭിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ എന്നാൽ മനുഷ്യർക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരമുള്ളതാകട്ടെ, അതെന്താണെന്നറിയോ? അള്ളാഹുവിന് ഇഷ്ടമുള്ള പടച്ച തമ്പുരാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൊരുത്തമുള്ളതാണ്. അതേത് സമയത്തും അവശേഷിക്കുകയും അതിൽ അവർക്ക് സമാധാനം കണ്ടെത്തുകയും ചെയ്യാൻ സാധിക്കുമെന്ന് പടച്ച തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. അതാകുന്നു സഹോദര ബർക്കത്ത് എന്ന് പറഞ്ഞാൽ, അതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. ഉള്ളത് കുറവാണെങ്കിലും, ഉള്ളതൽപ്പമാണെങ്കിലും ബർക്കത്തുണ്ടെങ്കിൽ അതിൽ സമാധാനമുണ്ടാകും, അത് നമുക്ക് മതിയാകും. അതാണ് ബർക്കത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലി ഫീമാ അഅ്തൈത, അല്ലാഹുവേ ബാരിക് ലി, അല്ലാഹുവേ നീ എനിക്ക് ബർക്കത്ത് നൽകണമേ, ഫീമാ അഅ്തൈത, നീ എനിക്ക് നൽകിയതിൽ. ഒരുപാട് നൽകണമെന്നല്ല, ഒരുപാട് ലഭിക്കണമെന്നല്ല, ലഭിച്ചതിൽ നാഥ നീ എനിക്ക് ബർക്കത്ത് നൽകണേ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായി മഹത്തായ ആശയമുള്ളതും പവിത്രമായ ലക്ഷ്യമുള്ളതുമായ ഒന്നാണ് ബർക്കത്ത് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹമാണ്. നോക്കൂ നിങ്ങൾ, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹമായി ലഭിക്കുന്ന ഒന്നാണ് ബർക്കത്ത്. അത് ലഭിച്ചവരാകട്ടെ പ്രവാചകന്മാരാകുന്നു. പ്രവാചകന്മാരൊക്കെയും സദാസമയവും ആ ബർക്കത്ത് ലഭിച്ചവരാകുന്നു. മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മറിയമിലെ 19-ാം അധ്യായം 31-ാമത്തെ വാചകത്തിൽ മഹാനായ പ്രവാചകൻ കലീമുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. അവിടെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം വജഅലനി മുബാറകൻ ഐനമാ കുന്തു. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, വജഅലനി, എന്റെ റബ്ബിദാ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, എനിക്ക് നൽകിയിരിക്കുന്നു, മുബാറക്കൻ, എല്ലാ സമയത്തും അനുഗ്രഹം നൽകിയിരിക്കുന്നു, ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും ശരി, ഏത് സ്ഥലത്തായിരുന്നാലും ശരി, എന്റെ നാഥനിതാ, എന്റെ റബ്ബിതാ എനിക്ക് ബർക്കത്ത് നൽകിയിരിക്കുന്നു, എന്നെ അനുഗ്രഹീതനായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് മഹാനായ കരീമുല്ലാഹി പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനിയും നോക്കൂ നിങ്ങൾ, മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സ്ഥലത്ത് നമുക്ക് കാണാം. അതാ പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 29-ാമത്തെ വാചകത്തിലൂടെ പഠിപ്പിക്കുകയാണ്. വഖുൽ, മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്, ഏ നൂഹേ, നീ പ്രാർത്ഥിക്കണം,
എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? റബ്ബി അൻസിൽനി മുൻസലം മുബാറക, അല്ലാഹുവേ ബർക്കത്തുള്ള ഒരു സ്ഥലത്ത് നീ എന്നെ എത്തിക്കണമേ. അല്ലാഹുവേ ബർക്കത്തുള്ള നീ അനുഗ്രഹീതമാക്കപ്പെട്ട ഒരു സ്ഥലത്ത് നീ എന്നെ ഇറക്കി തരണമേ. കാരണം വ അൻത ഖൈറുൽ മുൻസിലീൻ, നീയാണല്ലോ ഇറക്കി തരുന്നവരിൽ ഏറ്റവും ഉത്തമനായവനെന്ന് മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ കയറിയ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഇത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മാത്രം പ്രാർത്ഥിക്കാനുള്ളതല്ല. വിശ്വാസികൾ എന്ന നിലക്ക് സദാസമയത്തും നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബി അൻസിൽനി മുൻസലം മുബാറക വ അൻത ഖൈറുൽ മുൻസിലീൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെയും ജോലി തേടി വന്നവരാണ്. ഏത് നാട്ടിലാണ്, ഏത് സ്ഥലത്താണ്, എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബർക്കത്ത് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന്, നമ്മുടെ അനുഗ്രഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല. അതറിയുന്നവൻ പടച്ച തമ്പുരാൻ മാത്രമാണ്. അതുകൊണ്ട് നാഥനോട് നിരന്തരമായി അന്വേഷിക്കണം, തേടണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇനിയും നോക്കൂ സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ വാർദ്ധക്യ സമയം നമുക്കറിയാം. ഒരുപാട് കാലം കുട്ടിയില്ലാതെ പ്രയാസപ്പെട്ടു പ്രവാചകൻ. പക്ഷേ അപ്പോഴും നിരാശനാവാതെ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്ന് നിരന്തരമായി പടച്ച തമ്പുരാനോട് ആവശ്യപ്പെടുകയും റബ്ബിലേക്ക് നിരന്തരമായി കൈകൾ ഉയർത്തുകയും ചെയ്തു ആ പ്രവാചകൻ. എന്നാൽ അവസാന സമയത്ത്, വാർദ്ധക്യ സമയത്ത് ഒരു കുട്ടി ഉണ്ടാകുന്നുവെന്ന സന്തോഷ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ആ ഭാര്യ ചോദിച്ചു, കാലത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ ചോദിച്ചു, പറഞ്ഞു, യാ വൈലത്താ അഅലിദ്, ഞാൻ പ്രസവിക്കുകയോ? കാരണം അന അജൂസ്, ഞാൻ കിഴവിയാണ്, ഞാൻ വൃദ്ധയായിട്ടുണ്ട്. മാത്രമല്ല വഹാദാ ബഅലി ശൈഖാ, എന്റെ ഭർത്താവാകട്ടെ വൃദ്ധനുമാണ്, എന്റെ ഭർത്താവിനും പ്രായമേറെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന ഹാദാ ലശൈഉൻ അജീബ്, ഇതൊരു അത്ഭുതകരമായ കാര്യമാണല്ലോ. മക്കളില്ലാതെ പ്രയാസപ്പെട്ട് ഒരുപാട് കാലം അല്ലാഹുവിങ്കലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ജീവിതത്തിന്റെ അവസാന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകുന്നുവെന്ന സന്തോഷ വർത്തമാനം കേട്ടപ്പോ അത് വിശ്വസിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യക്കായിലെ ചോദിച്ചു, ആ അലിദു, ഞാൻ പ്രസവിക്കുകയോ? ഞാൻ കിഴവിയാണ്, എന്റെ ഭർത്താവാകട്ടെ വൃദ്ധനുമാണ്. ഈ വാർത്ത വല്ലാത്ത അത്ഭുതകരമാകുന്നു എന്ന് മലക്കുകളോട് പറഞ്ഞ സന്ദർഭത്തിൽ ആ മലക്കുകൾ ചോദിക്കുകയാണ്, ഖാലു അതഅജബീന മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? അല്ലാഹുവിന്റെ കൽപ്പനയെക്കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? കാരണം റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, വീട്ടുകാരെ, നിങ്ങൾക്കിതാ, നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും പടച്ച തമ്പുരാൻ ഇതാ ബർക്കത്ത് നൽകിയിരിക്കുന്നു. അല്ലാഹു ഇതാ ബർക്കത്ത് നൽകാൻ പോകുന്നു. അല്ലാഹു ഇതാ ബർക്കത്ത് നൽകിയിരിക്കുന്നു. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഉദ്ദേശിച്ചുകൊണ്ട് മലക്കുകൾ പറഞ്ഞ വർത്തമാനമാണത്, മലക്കുകളുടെ പ്രാർത്ഥനയാണത്. അഥവാ ആ ബന്ധത്തിൽ അതാ മഹാനായ പ്രവാചകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലഭിക്കുകയാണ്. ആ പ്രവാചകനെ കുറിച്ചും അല്ലാഹുവിന്റെ വാചകം എന്താണെന്നറിയുമോ? വബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ്, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അദ്ദേഹത്തിന്റെ മകനായ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിനും നാം ബർക്കത്ത് നൽകി, ബർക്കത്തുള്ള ഒരു മോനെ കൊടുത്തു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം നൽകപ്പെട്ട, ബർക്കത്ത് നൽകപ്പെട്ട ഒരു മോനെ ലഭിച്ചുവെന്ന് മഹാനായ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെക്കുറിച്ച്, ജനനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഒരു പിതാവിന് 10 മക്കളുള്ളതിനേക്കാളും നല്ലത് ബർക്കത്തുള്ള ഒരു മോനെ ലഭിക്കുക എന്നുള്ളതാണ്. ബർക്കത്തില്ലാത്ത 10 മക്കളെ ലഭിക്കുന്നതിനേക്കാൾ ഒരു പിതാവിന്, ഒരു മാതാവിന് നല്ലത് ബർക്കത്തുള്ള ഒരു മോനെ ലഭിക്കാനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, മക്കളെ ലഭിക്കുന്നതിലല്ല കാര്യം, മറിച്ച് ലഭിച്ച മക്കളിൽ ബർക്കത്തുണ്ടാവുക എന്നതാണ്. അല്ലേ, ഒരുപാട് മക്കളുണ്ടാകും. പലരും പറയാറുണ്ട്, എനിക്കൊരുപാട് മക്കളുണ്ട്, പക്ഷേ ആ മക്കളെ കൊണ്ട് എനിക്ക് ഉപകാരമില്ല എന്ന് പറഞ്ഞ് മക്കളെ കുറിച്ച് പരാതി പറയുന്ന മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട്. അവനെ കൊണ്ട് എനിക്കൊരു സഹായവും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ, എത്രത്തോളം ഒരു മകൻ മരിച്ചിട്ട്
ആ മകന്റെ മയ്യത്ത് പോലും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞൊരു ഉമ്മ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നോർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തേ ആ ഉമ്മ ആ മകനെ കുറിച്ച് അങ്ങനെ പറയാനുള്ള കാരണം? ഒരുമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയിട്ട് മരണസമയത്തായാലും ഒരു ഉമ്മയുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരാത്ത വാചകം നമ്മുടെ നാട്ടിലെ ഒരു ഉമ്മയിൽ നിന്നും പുറത്തു വന്നുവെങ്കിൽ എന്തേ കാരണം? ആ മകനിൽ അള്ളാഹു ബർക്കത്ത് നൽകിയില്ല. ബർക്കത്ത് നൽകാത്തൊരു മകനെ ലഭിച്ചു. അതുമൂലം ആ ഉമ്മ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം, ആ മകൻ മൂലം ഉമ്മ അനുഭവിക്കേണ്ടി വന്ന അപമാനം. അതുകൊണ്ട് ഉമ്മ പറഞ്ഞു, മരിച്ചിട്ട് പോലും ആ മകനെ എനിക്ക് കാണണ്ട എന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇർസുഖുഹു മാലൻ വ വലദൻ വ ബാരിക് ലഹു. അവരുടെ സമ്പത്തിലും അവരുടെ സന്താനങ്ങളിലും അവർക്ക് നീ ബർക്കത്ത് നൽകണമേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുപാട് സമ്പത്ത് എനിക്ക് തന്നു. അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധനാഢ്യനായി ഞാൻ മാറിയെന്ന് മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരൻ അനസ് റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം തിരിച്ചറിയണം, ബർക്കത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വിശാലതയുണ്ടാവുകയില്ല, കിട്ടുന്നത് മതിയാവുകയില്ല. നമ്മുടെ മക്കളിൽ ബർക്കത്തില്ലെങ്കിൽ ആ മക്കളിൽ നമുക്ക് സ്നേഹമുണ്ടാവുകയില്ല, സന്തോഷമുണ്ടാവുകയില്ല. നമ്മുടെ ഭാര്യയിൽ ചില ആളുകൾ പറയാറുണ്ടല്ലോ, ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തിയില്ല എന്നാ. ചില ആളുകൾ പറയാറുണ്ട്, ഭാര്യയും മക്കളുമായിട്ടൊക്കെ ജീവിക്കുന്നു, പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തിയില്ല, ഉള്ളറിഞ്ഞ് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ ഞങ്ങൾക്കാവുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. കുടുംബത്തിൽ സമാധാനമില്ല എന്നും ചില ആളുകൾ പറയാറുണ്ട്. അല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ, പല വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ വലിയ വീടുകൾ, അതേപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന മതിൽക്കെട്ടുകളുള്ള വീടുകൾ. ആ വീടിന്റെ റൂമുകളൊക്കെയും വിശാലമാണ്, പക്ഷേ ആ വീട്ടിലേക്കൊന്ന് അന്വേഷിച്ചാൽ ആ വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സുകൾ വല്ലാത്ത ഇടുങ്ങിയതായി പോയി. അവരുടെ മനസ്സുകൾക്ക് വിശാലതയില്ല, കുടിസ് നിറഞ്ഞ വിശാലതയില്ലാത്തൊരു മനസ്സിനുടമകളായി പോയി. എന്തേ കാരണം? അള്ളാഹുവിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഉയർന്ന ജോലിയിലോ ഒരുപാട് സമ്പത്തുണ്ടായതുകൊണ്ടോ അതിലൊന്നുമല്ല കാര്യം. അല്ലേ, നമുക്കിടയിലും ഒരുപാട് ആളുകളുണ്ടല്ലോ, വലിയ വലിയ സാലറി വാങ്ങുന്ന ആളുകൾ, ഫാമിലിയുമായി താമസിക്കുന്ന ആളുകളുണ്ട് ഈ പ്രവാസ ലോകത്തും, മക്കളുമായി ജീവിക്കുന്നവർ. പക്ഷേ പലരും പല സമയത്തും സങ്കടങ്ങൾ രഹസ്യമായിട്ടാണെങ്കിലും പങ്കുവെക്കാറുണ്ട്. ജീവിതത്തിൽ സംതൃപ്തിയില്ല, മക്കളുണ്ട്, അതേപോലെ തന്നെ കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, പക്ഷേ എവിടെ എത്തുന്നില്ല. വലിയ വലിയ സാലറികൾ, നാലക്കമുള്ള സാലറികൾ, ദിർഹംസുകൾ പിന്നെ സാലറിയായി കിട്ടുന്നുണ്ട്, ശമ്പളമായി കിട്ടുന്നുണ്ട്, പക്ഷേ എവിടെ എത്തുന്നില്ല, തികയുന്നില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. മനസ്സിലാക്കിക്കോ സഹോദരങ്ങളെ, ബർക്കത്ത് എന്ന അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹം എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, തടയപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബർക്കത്ത് വേണം, നമുക്ക് ഐശ്വര്യമുണ്ടാവണം, നമുക്ക് സന്തോഷമുണ്ടാവണം. അതിനെന്തു വേണം? മുസ്ലിമായി ജീവിക്കാൻ നാം തയ്യാറാവണം. ഒരു മുസ്ലിം, ഇസ്ലാമിന്റെ മക്കളാണ് നമ്മളെല്ലാവരും, ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ജീവിതം നയിക്കാൻ, യഥാർത്ഥ മുസ്ലിമായി മാറാൻ നമുക്കെപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് ബർക്കത്ത് ലഭിക്കുകയുള്ളൂ. അവിടെ അങ്ങനെ ജീവിക്കുന്ന ഒരു മുസ്ലിമിൽ നമുക്ക് ബർക്കത്ത് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നിങ്ങൾ സലാം പറയണം, അഭിവാദ്യം ചെയ്യണം. എന്താ സലാമിന്റെ രൂപം? ആ പദം എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തിരിച്ചു പറയേണ്ട വാചകമോ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരിച്ചു ബർക്കത്തിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഈ സലാം മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഒന്നാണ്, വെറും വർത്തമാനമായി പറയേണ്ട ഒന്നല്ല, മറിച്ച് അള്ളാഹുവോട് ബർക്കത്തിന് വേണ്ടി, അള്ളാഹുവോട് കാരുണ്യത്തിന് വേണ്ടി ചോദിക്കുന്ന ഒന്നാണ് ഈ സലാം എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ കാപട്യം കടന്നു വന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷക്കത് കാരണമായി തീരുമെന്ന് കൂടെ ഈ സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതൊരു പ്രാർത്ഥനയാണ്, അതൊരു ദുആ ആണ്. അത് മറ്റുള്ളവരെ കാണാനോ, ഞാൻ സലാം പറഞ്ഞില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് മനസ്സറിയാതെ, മനസ്സിലിഷ്ടപ്പെടാതെ പറയുന്ന സലാം അതൊരു പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പോലും ചെയ്യേണ്ട അഭിവാദ്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു, അവിടെയും അള്ളാഹുവിൻ്റെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക,
നിന്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ഫസല്ലിം, നീ സലാം പറയണം, കുടുംബക്കാരോട് സലാം പറയണം. കാരണം തക്കുൻ ബറക്കത്തുൻ അലൈക വ അലാ അഹ്ലി ബൈതിക, ആ സലാം മൂലം നിനക്കും നിന്റെ കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് നൽകും. നോക്കൂ, നിങ്ങൾ സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറിയാൽ ആ പറയുന്നവനും ആ വീട്ടുകാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയാൻ വല്ലാത്തൊരു മടി. നാട്ടുകാരെ കാണുമ്പോൾ, ഉസ്താദിനെ കാണുമ്പോൾ, മൗലവിമാരെ കാണുമ്പോൾ, അവരെയൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ സലാം പറയും. എന്നാൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉപ്പ അവിടെ ഉണ്ട്, ഉമ്മ അവിടെ ഉണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്. റൂമിലേക്ക് ചെല്ലുമ്പോൾ കൂടെ ജീവിക്കുന്ന മറ്റുള്ള ആളുകളുണ്ട്. അവരോട് മനസ്സ് തുറന്ന് ഒന്ന് സലാം പോലും പറയാൻ കഴിയാത്ത രൂപത്തിൽ മനസ്സ് കുടുസതയിൽ അകപ്പെട്ടു പോയ ആളുകളായി നമ്മൾ മാറരുത്. അത്രയ്ക്കും വിശാലതയില്ലാത്ത മനസ്സിനുടമകളായി നമ്മൾ മാറരുത്. അതുകൊണ്ട് മനസ്സു തുറന്ന് സലാം പറയുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കച്ചവടത്തിൽ ബർക്കത്ത് നൽകും. എങ്ങനെയാണെങ്കിൽ? അള്ളാഹുവിന് തൃപ്തിപ്പെട്ട കച്ചവടമാണെങ്കിൽ. ചില ആളുകൾ പറയാറുണ്ടല്ലോ, ഒരുപാട് ബിസിനസ് നടത്തി പക്ഷേ ഒരു ബർക്കത്തുമില്ല, അല്ലെങ്കിൽ ഒരു ലാഭവും ഇല്ല, അല്ലെങ്കിൽ ഒരു സംതൃപ്തിയുമില്ല, വിജയിക്കാൻ സാധിക്കുന്നില്ല, നഷ്ടത്തിൽ തന്നെയാണെന്നും, കുറേ കിട്ടുന്നുണ്ടാകും, അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ജോലി, ചെറിയ ബിസിനസ്, സുഖമായി നല്ല രൂപത്തിൽ ജീവിക്കുന്നു. എന്തേ കാരണം? അവിടെ ബർക്കത്ത് ഉണ്ടായി. നേരത്തെ പറഞ്ഞിടത്ത് ബർക്കത്ത് നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രംഗത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖ. വാങ്ങുന്നവന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വാങ്ങുന്നവനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാലം യതഫറഖ, വാങ്ങി തിരിച്ച് വേർപ്പെടുന്നതിന് മുമ്പായി. അഥവാ നമ്മുടെ ഷോപ്പിൽ വന്ന ഒരാൾ ഒരു സാധനം വാങ്ങിയാൽ അത് വാങ്ങിയയാൾ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും മുമ്പ് തിരിച്ചു വന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാറ്റിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങുന്നവൻ ഇസ്ലാം നൽകിയിട്ടുണ്ട്. നമ്മൾ കടയുടെ മുമ്പിൽ ബോർഡ് വെക്കും, വിറ്റ സാധനം തിരിച്ചെടുക്കുന്നതല്ല എന്ന് പറഞ്ഞ്. വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു നിലക്കും തിരിച്ചെടുക്കൂല. അത് പാടില്ല. അവന് സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയ സ്വാതന്ത്ര്യമാണ്. മാത്രവുമല്ല, ഫഇൻ സദഖ, അവൻ സത്യസന്ധമായ രൂപത്തിൽ കച്ചവടം ചെയ്താൽ, വബയ്യന, എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ ആ ന്യൂനത വെളിപ്പെടുത്തി കച്ചവടം ചെയ്താൽ, ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, ആ കച്ചവടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകും എന്ന്. എന്നാൽ മനസ്സിലാക്കിക്കോ, വഇൻ കസബ വകതമ മുഹിക്കത്തു ബറകത്തു ബൈഇഹിമാ, കളവ് പറഞ്ഞുകൊണ്ട്, അതൊന്നും പറയാതെ, ന്യൂനത വെളിപ്പെടുത്താതെ, അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആരെങ്കിലും കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് തടഞ്ഞു വെക്കുമെന്ന് മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദര, ഒരിക്കലും ലാഭം കുറഞ്ഞു പോകുമോ എന്ന് പേടികൊണ്ട് ന്യൂനത വെളിപ്പെടുത്താതെ മറച്ചു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന രീതി നമുക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഹറാമും ഹലാലും വേർതിരിച്ചു മനസ്സിലാക്കി സത്യസന്ധതയോടുകൂടി കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തിൽ ലാഭം കുറവാണെങ്കിലും കിട്ടുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബർക്കത്ത് നൽകും. ഇനിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കടന്നു വന്നപ്പോൾ ആ മനുഷ്യൻ സുഗന്ധം പൂശിയിട്ടുണ്ട്, നല്ല സുഗന്ധം. റസൂലുള്ളാഹി ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ വിശേഷിച്ച്, എന്താ പ്രത്യേകത? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിവാഹിതനായി, എൻ്റെ വിവാഹം കഴിഞ്ഞു. ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബാറക്കല്ലാഹു ലക് വ ബാറക അലൈക് വ ജമഅ ബൈനകുമാ ഫീ ഖൈർ. നോക്കൂ നിങ്ങൾ, നിനക്ക് ബർക്കത്തുണ്ടാവട്ടെ, നിന്റെ ഇണക്ക് ബർക്കത്തുണ്ടാവട്ടെ, നിന്റെ കുടുംബത്തിന് ബർക്കത്തുണ്ടാവട്ടെ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന, ബാറക്കല്ലാഹു ലക് വ ബാറക അലൈക് വ ജമഅ ബൈനകുമാ ഫീ ഖൈർ. നോക്കൂ നിങ്ങൾ, ആ കുടുംബത്തിനും ആ ഇണക്കും അതേപോലെ തന്നെ അവരിലുണ്ടാകുന്ന സന്താനങ്ങൾക്കും ബർക്കത്തുണ്ടാവട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കല്യാണത്തിന് പോയാൽ, വിവാഹത്തിന് പോയാൽ ഏറ്റവും വില കൂടിയ വിവാഹ സമ്മാനങ്ങളെക്കാൾ വിലപ്പെട്ട വിവാഹ സമ്മാനമായി നമുക്ക് നൽകാനുള്ളത് ഈ ഒരു പ്രാർത്ഥനയാണ്. വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് വേണ്ടി, ബർക്കത്തിന് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ അതല്ലയോ സഹോദരങ്ങളെ ഏറ്റവും വലിയ സമ്മാനമായി നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നല്ല ഇണയാരാ, നല്ല ഇണയേതാ, നല്ല ഭാര്യ ഏതാ? ഒരുപക്ഷെ നല്ല ഭാര്യ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ടാകും നല്ല സൗന്ദര്യമുള്ള, നല്ല തറവാട്ടിൽ ജനിച്ചു വളർന്ന, നല്ല വിദ്യാഭ്യാസമുള്ള, അതേപോലെ നല്ല ഉന്നതമായ ജീവിതം നയിക്കുന്ന കുടുംബത്തിലെ
ആ രൂപത്തിലുള്ള പെൺകുട്ടികളെ നല്ല ഭാര്യയായ ഒരു പക്ഷേ നമ്മൾ കാണുന്നുണ്ടാകും, മനസ്സിലേക്ക് കടന്നു വരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുകയാണ്, അഅലമുൻ നിസാഇ ബറക, ബറക്കത്തുള്ള ഒരു ഭാര്യയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ആരാണെന്നോ അള്ളാഹുവിന്റെ ബറക്കത്ത് നൽകപ്പെട്ട ഭാര്യ, ഐസറുഹുന്ന മഊന, അവളെ പോറ്റാൻ അവളുടെ ഭർത്താവിന് കുറച്ച് പണം മതി. വലിയ വലിയ ആവശ്യങ്ങളൊന്നും ഭർത്താവിനോട് ആവശ്യപ്പെടാത്ത, അനാവശ്യമായ ചിലവുകൾ പറയാത്ത, ഭർത്താവിന്റെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഭാര്യ ഏതോ അതാണ് ബറക്കത്തുള്ള ഇണ, അതാണ് ബറക്കത്തുള്ള ഭാര്യ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും നോക്കൂ സഹോദരങ്ങളെ, ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വിശപ്പ് മാറുന്നില്ല, ഞങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വിശപ്പ് മാറുന്നില്ല, മതിയാകുന്നില്ല. ഉടൻ റസൂലുള്ളാഹി ചോദിച്ചു, ഫലഅല്ലക്കും തഫ്തരികൂൻ, നിങ്ങൾ വേറിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? ഓരോരുത്തരും വേറെ വേറെ പോയി ഓരോരുത്തരും ഓരോ സമയത്താണോ ഭക്ഷണം കഴിക്കുന്നത്? അവർ പറഞ്ഞു, ഖാലൂ നഅം, അതെ അങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് വിശക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ കഴിക്കും, അതുകൊണ്ട് എല്ലാവരും വരാൻ ഞങ്ങൾ കാത്തു നിൽക്കാറില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനസ്സിലാക്കണം, ഫജ്തമിഉ അലാ തുആമിക്കും വദ്കുറ ഇസ്മല്ലാഹി അലൈഹി യുബാറക ലക്കും ഫീഹി, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, വീട്ടിലുള്ള കുടുംബക്കാരുമായി റൂമിലുള്ളവരുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എങ്കിൽ അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം നിങ്ങൾ ഉച്ചരിക്കണം. എങ്കിൽ യുബാറക ലക്കും ഫീഹി, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ബർക്കത്ത് നൽകും എന്ന്. സഹോദരങ്ങളെ, ഭക്ഷണ വിഭവങ്ങളുടെ ആധിക്യത്തിലോ അതിൻ്റെ രുചിയിലോ അല്ല കാര്യമുള്ളത്, മറിച്ച് ഉള്ളത് കുറവാണെങ്കിലും ശരി അതിൽ ബർക്കത്തുണ്ടെങ്കിൽ അതിൽ സംതൃപ്തിയുണ്ടാകും, അത് മതിയാകും, വിശപ്പ് മാറുമെന്ന മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കുറവാണെങ്കിലും കുറച്ചാണെങ്കിലും വിഭവങ്ങൾ അധികമൊന്നുമില്ലെങ്കിലും അതിൽ ബർക്കത്തുണ്ടെങ്കിൽ, അല്ലേ? പ്രായം ചെന്ന ആളുകളുണ്ടല്ലോ, നമ്മുടെ ഉപ്പമാരും ഉമ്മമാരുമൊക്കെ ആ ബർക്കത്തിൻ്റെ മാധുര്യം അതെല്ലാം അനുഭവിച്ച ആളുകളാണ്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പല വീടുകളിലും ഒരു നേരം പോലും ഭക്ഷണം കൃത്യമായി ദിവസം വെച്ചിരുന്ന വീടുകൾ കുറവായിരുന്നു എന്നല്ലേ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ ഉമ്മമാരും ഉപ്പമാരും നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഉള്ളത് കുറവാണെങ്കിലും ഒരു പാത്രമേ, ഒരു നാഴി അരി അവിടെ വെച്ചിരുന്നു എങ്കിലും അതിൽ അവർക്ക് ബർക്കത്തുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ സംതൃപ്തി ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകിയ റിസ്കിൽ നീ ബർക്കത്ത് നൽകണമേ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകുന്ന റിസ്കിൽ നീ ബർക്കത്ത് നൽകണമേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അത്തരം ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബർക്കത്തിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണെന്നും, ബർക്കത്ത് നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ബർക്കത്ത് അള്ളാഹുവിങ്കിൽ നിന്നാണ്. പടച്ച തമ്പുരാനിൽ നിന്ന് മാത്രമേ ആ ബർക്കത്ത് ലഭിക്കൂ. പടച്ച തമ്പുരാനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ആയത്തുകൾ വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനാകുന്നു, അവൻ ബർക്കത്തുള്ളവനാകുന്നു. ഇനിയും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ, തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജാ, ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങൾ സൃഷ്ടിച്ചവനാരോ, അതൊക്കെയും തീരുമാനിച്ചവനാരോ, അവൻ ബർക്കത്തുള്ളവനാകുന്നു, അനുഗ്രഹപൂർണനാകുന്നു. അപ്പൊ ബർക്കത്ത് അള്ളാഹുവിങ്കിൽ നിന്നാണ്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് മുസ്ലിമീങ്ങളിൽ തന്നെ പലരും ബർക്കത്ത് തേടിക്കൊണ്ട് അലയുകയാണ്. പലരുടെയും കബറിങ്കൽ ചെന്ന് പല മഹാന്മാരുടെയും മക്ബറുകളിൽ പോയി ബർക്കത്തിന് വേണ്ടി ആവശ്യപ്പെടുകയും തേടുകയും കരയുകയും ചെയ്യുന്ന ആളുകൾ, പല വെള്ളത്തിലും പല മന്ത്രിച്ചൂരിയ വെള്ളത്തിലും ബർക്കത്തുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പുറപ്പെടുകയും ചെയ്യുന്ന ആളുകൾ. മനസ്സിലാക്കിക്കോ, അത്തരം കേന്ദ്രങ്ങളിലേക്കും തെറ്റായ രീതിയിലേക്കും ബർക്കത്തിന് വേണ്ടി അന്വേഷിക്കുന്നവരെ, നടന്നു പോകുന്നവരെ മനസ്സിലാക്കിക്കോ, ബർക്കത്ത് നൽകുന്നത് അല്ലാഹുവാണ്. ബർക്കത്ത് നൽകേണ്ടവൻ പടച്ച തമ്പുരാനാണ്. അത് തേടേണ്ടതും പടച്ച തമ്പുരാനോട് മാത്രമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാവിധ ബർക്കത്തും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഉപജീവനത്തിൽ റിസ്കിൽ ബർക്കത്തുണ്ടായി തീരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്.
കുടുംബ ബന്ധം ചേർക്കുക എന്നത് നമ്മുടെ റിസ്ക്കിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കാൻ കാരണമായി തീരും എന്നതാണ്. അള്ളാഹുവിൻ്റെ സഹായം വേണോ നിങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കണോ നിങ്ങൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സർറഹു അൻ യുബ്സത്ത ലഹു ഫീ റിസ്ഖിഹി, ആരെങ്കിലും അവൻ്റെ റിസ്ക്കിൽ വിശാലത ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ വഇയുൻസ അലഹു ഫീ അസരിഹി, അവൻ്റെ ആയുസ് വർദ്ധനവ് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ്റെ കുടുംബ ബന്ധം അവൻ ചേർത്തുകൊള്ളട്ടെ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവുമൊക്കെ ഒരുപാട് തവണ കേട്ടതും മനസ്സിലാക്കിയവരുമാണ് നാം. അതുകൊണ്ട് ഒരിക്കലും കുടുംബ ബന്ധം നശിപ്പിച്ചു കളയുന്ന, അതെല്ലാം വിഘടിതമായി പോകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം പോകാൻ പാടില്ല. മറിച്ച് എപ്പോഴും നാം എത്ര അകലെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും നമ്മുടെ കുടുംബവുമായി ബന്ധം നിലനിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ആ ബന്ധം നിലനിർത്താൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പ്രത്യേകമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. കുടുംബ ബന്ധം ചേർക്കുന്നതിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഔക്കാഫിൻ്റെ കീഴിൽ സാഹിം മഅനാ ഫീ സിലത്തിൽ അർഹാം എന്ന ഒരു പ്രത്യേക ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുകയാണ്, രൂപം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യമായി പറയുന്നത് കുടുംബ ബന്ധം ശക്തിപ്പെടുത്തുക, കുടുംബാന്തരീക്ഷത്തിൽ ഈമാനികവും അതേപോലെ തന്നെ സ്വഭാവവും അതെല്ലാം ഊട്ടിയുറപ്പിക്കുക, ബന്ധം നിലനിർത്തുക, സ്നേഹബന്ധം ശക്തമാക്കുക എന്നതൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളിലും സമ്പത്തിലും ബർക്കത്ത് ലഭിക്കുന്ന ഇത്തരം പദ്ധതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും മക്കളിലും സമ്പത്തിലും ജോലിയിലും ജീവിതത്തിൻ്റെ മറ്റെല്ലാ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയിട്ടുണ്ട് നാഥാ. അല്ലാഹുവേ, ഞങ്ങൾക്കതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് വിശ്വാസിനികളായ ആളുകൾ, പലരുടെയും മാതാപിതാക്കൾ, ജ്യേഷ്ഠ, അനുജ, അനുജത്തിമാർ, സഹോദരി സഹോദരങ്ങൾ, കൂട്ടുകാർ, കുടുംബക്കാർ, അല്ലാഹുവേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ നാഥ. അല്ലാഹുവേ, അവരുടെ ഖബറിൽ നീ വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ നാഥ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണം നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഇണകളിലും അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകി അനുഗ്രഹിക്കണം നാഥ. സ്വാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുവേ, മാതാപിതാക്കളുടെ തൃപ്തിയോടുകൂടി ജീവിക്കുവാനും ആ രൂപത്തിൽ മരണപ്പെട്ടു പോവാനും നാഥ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ. സത്യത്തിലേക്ക്, നന്മയിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരെയും മണകളെയും മക്കളെയും പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ. ചിർക്കിലേക്ക്, ബിദ്അത്തിലേക്ക്, തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിന്റെ കൂട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.